കളക്റ്റീവ് സെക്യൂരിറ്റി ആൻഡ് UN, കൂട്ടായ സുരക്ഷയും ഐക്യരാഷ്ട്രസഭയും ആഗോള സമാധാനത്തിനും ആഗോള സുരക്ഷയ്ക്കും പൊതുവായ ഭീഷണിക്കും ആഗോള ഭീഷണികൾക്കുമെതിരെ അന്താരാഷ്ട്ര സഹകരണത്തിൻ്റെയും പരസ്പര പ്രതിരോധത്തിൻ്റെയും എല്ലാവരും ചേർന്നുള്ള പ്രതിരോധത്തിൻ്റെയും ഒരു ആശയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഈ കളക്റ്റീവ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ വിനാശത്തിന് ശേഷം 1945 സ്ഥാപിതമായ ഒരു അന്താരാഷ്ട്ര സംവിധാനമാണ് UNO, ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത്. ലോകമെമ്പാടുമുള്ള കൂട്ടായ സുരക്ഷാ നടപടികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും നടപ്പാക്കുന്നതിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഈ ഐക്യരാഷ്ട്രസഭ. UNൻ്റെ ചരിത്രത്തിലുടനീളം നിരവധി സന്ദർഭങ്ങളിൽ കൂട്ടായ സുരക്ഷാ ആശയം പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. UNയുടെ കൂട്ടായ സുരക്ഷയിലെ ചില ഉദാഹരണങ്ങൾ, അവർ പ്രവർത്തിച്ച കൂട്ടായ സുരക്ഷയ്ക്ക് വേണ്ടി സംഭാവന നൽകിയ അവർ നടത്തിയ പ്രവർത്തനങ്ങളെയാണ് നമ്മളിനി നോക്കുന്നത്. ഒന്ന് കൊറിയൻ യുദ്ധസമയത്താണ്. കൊറിയൻ യുദ്ധസമയത്ത് 1950 ഉത്തര കൊറിയ ദക്ഷിണ കൊറിയ ആക്രമിച്ചപ്പോൾ അക്രമത്തെ അപലപിച്ചും ദക്ഷിണ കൊറിയക്ക് സൈനിക സഹായം നൽകാൻ മറ്റു രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്തും UN പ്രമേയം പാസ്സാക്കുകയുണ്ടായി. ദക്ഷിണ കൊറിയയെ പ്രതിരോധിക്കാനല്ല, ദക്ഷിണ കൊറിയയെ സംരക്ഷിക്കാൻ, അവിടെ നിങ്ങളങ്ങനെ വായിക്കണം, ദക്ഷിണ കൊറിയയെ സംരക്ഷിക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു ബഹുരാഷ്ട്ര സേനയെ തന്നെ അണിനിരത്തുകയുണ്ടായി. ഈ സൈനിക ഇടപെടൽ കൂട്ടായ സുരക്ഷയോടുള്ള UNൻ്റെ പ്രതിബദ്ധതയും അക്രമത്തെ ചെറുക്കുന്നതിനും സമാധാനം സംരക്ഷിക്കുന്നതിനും നിർണായകമായ നടപടിയെടുക്കാനുള്ള അതിൻ്റെ കഴിവ് പ്രകടമാക്കി. അപ്പോൾ കൊറിയൻ യുദ്ധസമയത്ത് നോർത്ത് കൊറിയ സൗത്ത് കൊറിയ ആക്രമിച്ചപ്പോൾ അതിനെ തടയാൻ അന്ന് UNO വലിയ ശ്രമം നടത്തുകയുണ്ടായി. മറ്റൊന്ന് ഗൾഫ് യുദ്ധത്തിൻ്റെ സമയത്താണ്. 1990-91 കാലത്താണ് ഇറാഖ് കുവൈത്ത് അധിനിവേശം നടത്തിയ സമയത്ത് സദ്ദാം ഹുസൈൻ്റെ നേതൃത്വത്തിൽ ഇറാഖ് കുവൈത്തിനെ ആക്രമിച്ചു. കുവൈത്തിനെ കീഴടക്കിയപ്പോൾ ഇറാഖിനോട് സൈന്യത്തെ പിൻവലിക്കാൻ UN ആവശ്യപ്പെടുകയുണ്ടായി. ഇറാഖ് അനുസരിക്കാതെ വന്നപ്പോൾ UN എന്ത് ചെയ്തു? സൈനിക സഖ്യം, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു സൈനിക സഖ്യത്തെ തന്നെ കുവൈത്തിലേക്ക് പറഞ്ഞയക്കുകയും ഇറാഖിനെ മോചിപ്പിക്കുകയും ചെയ്തു. ഇതും എന്താണ്, കളക്റ്റീവ് സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. അങ്ങനെ ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിക്കുന്നതിനെ എല്ലാവരുടെയും പ്രശ്നമായി കണക്കാക്കിക്കൊണ്ട് മറ്റു രാജ്യങ്ങളെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് നടത്തിയ ശ്രമങ്ങളാണ്. മറ്റൊന്ന് സമാധാന പരിപാലനത്തിനുള്ള പ്രവർത്തനങ്ങൾ UN നടത്തിയിട്ടുണ്ട്. അതും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതും കളക്റ്റീവ് സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. മറ്റൊന്ന് മാനുഷികമായ ഹ്യൂമാനിറ്റേറിയൻ ഇടപെടലുകൾ UN നടത്തിയിട്ടുണ്ട്. അതും കളക്റ്റീവ് സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. മറ്റു രാജ്യങ്ങളെ, എല്ലാ രാജ്യങ്ങളെയും ചേർത്തുകൊണ്ട് ഈ പ്രശ്നബാധിത മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്ന പ്രശ്നങ്ങളിൽ അവിടെ സിവിലിയന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി UNയുടെ ഇടപെടൽ അതെല്ലാ രാജ്യങ്ങളെയും കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട്, ഒരു രാജ്യത്തെ പ്രശ്നം അത് മാനവിക പ്രശ്നമായിട്ട് കണ്ടുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് UN ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ ചില സമയത്ത് ഉപരോധങ്ങളും നയതന്ത്രവും ഒക്കെ ചെയ്യാൻ UNO മുതിരാറുണ്ട്. ചില രാജ്യങ്ങൾ ലോകത്തിന് ഭീഷണിയാകുമ്പോൾ, പല രാജ്യങ്ങൾക്കും ഭീഷണിയാകുമ്പോൾ ആ ഭീഷണിയാകുന്ന രാജ്യത്തെ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആധിപത്യത്തെ കുറയ്ക്കാൻ എല്ലാ രാജ്യങ്ങളെയും തന്നെ കളക്റ്റീവായിട്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രതിരോധിച്ചിട്ടുണ്ട്. ഏതായാലും ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടിയുള്ള നിർണായകമായ പ്രവർത്തനം UNൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാടുണ്ടായിട്ടുണ്ട്. അത് നമുക്ക് UNൻ്റെ ചരിത്രത്തിലുടനീളം കാണാവുന്നതാണ്.